നിലമ്പൂരിലെ മാവോയിസ്റ്റ് വേട്ട സംസ്ഥാന സർക്കാരിനെ തെല്ലൊന്നുമല്ല വെട്ടിലാക്കിയിരിക്കുന്നത്. സ്വന്തം മുന്നണിയിലെ രണ്ടാമന്മാരായ CPI മുറിവേറ്റ സിംഹത്തെ പോലെ നാലുപാടും ഓടി നടക്കുകയാണ്. പിന്നെ ഇടത് യുവജന സംഘടനകൾക്കും സംഗതി തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒടുവിൽ സർക്കാരിനെ ശുദ്ധീകരിച്ച് പരിഷ്കരിക്കാൻ ചുമതലയുള്ള VS-ഉം മാവോയിസ്റ്റ് കൊലയിൽ സർക്കാർ നയം വ്യക്തമാക്കണമെന്ന് അഭ്യർത്ഥിച്ചതോടെ പിണറായി അതിന് തയ്യാറായി. സംഗതി പ്രതീക്ഷിച്ചതുപോലെ തന്നെ പോലീസ് സോപ്പിംഗ്. വളരെ കൃത്യനിഷ്ഠയോടെ സത്യസന്ധമായി തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുന്ന പോലീസ് സേന ആ പോലീസ് സേനയുടെ മനോവീര്യം തകർക്കാൻ ഗൂഢലക്ഷ്യത്തോടെ ഏതെങ്കിലും കൂട്ടർ നീങ്ങിയാൽ പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുണ്ടാകില്ല. എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം പരിശോധിക്കുന്നതിന് തിരുത്തുന്നതിന് ഒരു തരത്തിലുള്ള കാലതാമസവും ഉണ്ടാകും. എന്നാൽ ബോധപൂർവം തന്നെ തെറ്റായ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നാൽ അതിന്റെ ഭാഗമായി വല്ലാതെ വേവലാതിപ്പെടേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാരിന് ഉള്ളത്. വീഴ്ചകൾ പ്രവർത്തനത്തിനടക്ക് സംഭവിച്ചിട്ടുണ്ട്. വീഴ്ചകൾ കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടതും തിരുത്തൽ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. എന്തായാലും സന്തോഷമായി. പോലീസിന്റെ മുകളിൽ ഇന്നും CPM നേതാക്കൾ തകിലടി തുടരുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ മുഖ്യമന്ത്രിയുണ്ട്. പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും എല്ലാം പിന്തുണയുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ കാട്ടിലെ വെടിയുടെ റിപ്പോർട്ട് വരുന്ന സമയത്തല്ലേ അത് കോടതിയിലെത്തി മാധ്യമപ്രവർത്തകർ അറിയുന്ന ഘട്ടം വരുമ്പോൾ ഇപ്പോഴത്തെ വിലക്ക് ഒന്നുകൂടി ശക്തമാക്കിയാൽ മതി. എന്നാൽ എല്ലാ കാലവും ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കാൻ പറ്റില്ല എന്ന് ഓർമ്മിച്ചുകൊണ്ട് പ്രധാന തല്ലിക്കെട്ടുകൾ ഒരിക്കൽ കൂടി നോക്കാം. പ്രതിപക്ഷത്തെ സിംഹം നാടുചുറ്റൽ തുടരുന്നു. ഇത്തവണ എത്തിയത് അട്ടപ്പാടിയിലെ ഗർഭം തേടി. ആ സമയത്ത് ഡോക്ടറൊന്നും കണ്ടില്ലേ? ഗർഭമുള്ള സമയത്ത് അതൊക്കെ സ്കാനിങ് ചെയ്തപ്പോൾ അപ്പൊ തന്നെ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ കോട്ടത്തറ ഹോസ്പിറ്റലാണ്. എന്റെ ദൈവമേ, ഗർഭം തന്റെ ഗർഭം ഇങ്ങനെയല്ലെന്ന് വീണ്ടും ബാലൻ. സത്യം പറയടാ, നീയാണോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. മന്ത്രി മണി ആശാൻ പുതിയ റോളുകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അയാളാരാ? അതല്ലേ കല്യാണരാമൻ. സദ്യവട്ടങ്ങൾ ഒരുക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ ആളുള്ളൂ. മന്ത്രിമാരെ വിട്ടുപിടിച്ച ആശാൻ സുധീരന്റെ നെഞ്ചത്തിട്ട് കുത്തി. 947 മുതൽ നടത്തിക്കൊണ്ടു നടന്നാണ് ഇപ്പം 44 മുഴുത്ത സീറ്റ് പാർലമെന്റിൽ. മോഹൻലാൽ മികച്ച അഭിനേതാവാണെന്നും മണിമന്ത്രി. ചില കലാകാരന്മാരും ഉണ്ട്, അവർക്കിത് സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാവുമല്ലോ. പോലീസുകാർ കൺകണ്ട ദൈവങ്ങളെന്ന് പിണറായി മുഖ്യൻ. സത്യസന്ധമായി തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുന്ന പോലീസ് സേന പ്രശംസ കേട്ട് നെഞ്ചുപൊട്ടി പോലീസുകാർ. ബോധപൂർവം തന്നെ തെറ്റായ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നാൽ വല്ലാതെ വേവലാതിപ്പെടേണ്ടതില്ല. നോട്ടിന് പിന്നാലെ സ്വർണത്തിലും നോട്ടമിട്ട മോദി രാജ അടുത്തതായി നോട്ടമിടാൻ പോകുന്നത് ഈ ഭൂമിയിലേക്കാണെന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ മൊത്തം ഭൂമി അങ്ങ് ഏറ്റെടുക്കുമ്പോൾ അവസാനം ഒരു ഗതിയുമില്ലാതെ
ഹാർട്ട് ഫെയിലായി മരിക്കുന്നവരെ അടക്കാൻ 6 അടി മണ്ണെങ്കിലും ബാക്കി വെക്കണമെന്ന് മുൻകൂട്ടി അപേക്ഷിക്കുകയാണ്. പരിഷ്കാരം കൂടിക്കൂടി അവസാനം ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറ്റാത്ത നിയമം കൂടി കൊണ്ടുവരരുതെന്നും താണു കീണ് അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. വല്ല സ്വർണ്ണപ്പിടുത്തക്കാരുടെ കയ്യിലും അകപ്പെട്ടില്ലെങ്കിൽ വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.